യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ വനിതാ സംഘം ലോക വനിതാ ദിനം ആഘോഷിച്ചു. My school, Gurushree Public School, we have our physics, chemistry, biology and computer lab. We have the largest playground with best sports facility in Kodungalur. Gurushree Public School, Pullot, Kodungalur. Admission started for new academic year. സ്ത്രീകൾക്ക് തുല്യ പദവിയും സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ വനിതാ സംഘം സംഘടിപ്പിച്ച ലോക വനിതാ ദിനാചരണത്തിൽ അഭിപ്രായപ്പെട്ടു. സ്ത്രീ സംവരണം നിലവിൽ വന്നതിന് ശേഷം വനിതകൾക്ക് രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ പരിഗണന ലഭിച്ചതായും അധികാരവും കഴിവും ജനനന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ അവർ മുൻപന്തിയിലെത്തിയതായും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ഇന്ന് ഇവിടെ ഈ വനിതാ ദിനത്തിൽ എന്നെ ഇവിടെ ക്ഷണിച്ച അതിന് എന്റെ കുടുംബത്തിന് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഇന്ന് ലോക വനിതാ ദിനമാണ്. എത്രയോ ആളുകളുടെ നമ്മുടെ പൂർവികരെ എല്ലാം വളരെ ത്യാഗകരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വനിതകൾ ഇന്ന് ഞാനടക്കമുള്ള ആളുകൾ ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒത്തിരി ആളുകളുടെ പ്രയത്നമുണ്ട്. കാരണം സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു നമുക്ക് പൂർവികർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഒത്തൊരുമയുടെ ഫലമായിട്ട് തന്നെ അന്ന് ഒരു ചെറിയ, അതായത് ഒരു മില്ല് ഉടമകൾ നടത്തിയ, ഒരു വനിതകൾ അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ വേതനത്തിന് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും വോട്ടവകാശത്തിന് വേണ്ടിയ നടത്തിയ ഒരു സമരത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം സ്ത്രീ സ്വാതന്ത്ര്യം നേടേണ്ടവളാണ്, അതുപോലെ സാമ്പത്തികമായിട്ടുമൊക്കെ മുന്നിലേക്ക് വരേണ്ടവരാണ് എന്ന് പറഞ്ഞാലും ഒരു പുരുഷ മേധാവിത്വം എവിടെയും കാണപ്പെടുന്നുണ്ട്. ഏത് വേദിയിലായാലും നമ്മളതൊരു ശ്രദ്ധിച്ചാൽ കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, നമ്മുടെ അവകാശങ്ങൾ നേടാൻ നമ്മൾ തയ്യാറായി, നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ നേടേണ്ടത് സ്ത്രീ സ്വന്തമായി ഒരു കാലിൽ നിൽക്കുമ്പോഴാണ് അവയെ ആരായാലും സമൂഹമായാലും അംഗീകരിക്കപ്പെടുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീക്കാണ് എവിടെയും അംഗീകാരം ഉണ്ടാകുന്നത്. അതോടൊപ്പം നമ്മൾ അടുക്കളയിൽ ഒതുങ്ങുന്നവരല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാപ്തിയാക്കി മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് അതേപോലെ ധൈര്യം കൊടുത്ത്, ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എത്ര വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇന്ന് നമ്മുടെ കുട്ടികളും അതേപോലെ മുതിർ അമ്മമാരും ഒക്കെ ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള ചൂഷണത്തിന് ഇടപെടേണ്ടവരായിട്ട് മാറുന്നുണ്ട്. അതിനൊക്കെ തന്നെ നമ്മൾക്ക് പ്രതിരോധിച്ചാൽ മാത്രമാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ സാധിക്കുള്ളൂ. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ദിൽഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. സുലേഖ അനിരുദ്ധൻ, ഡോക്ടർ ധനുഷ സന്യാൽ, ഷീജ സജീവൻ, പ്രീതി ഉണ്ണികൃഷ്ണൻ, ലീല കരുണാകരൻ, ജിതി സുധീഷ്, ഹിമ ഷിൻജോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ ധനുഷ സന്യാൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ PK രവീന്ദ്രൻ, കൺവീനർ PK പ്രസന്നൻ, യോഗം കൌൺസിലർ ബേബി റാം, വനിതാ സംഘം കോർഡിനേറ്റർ MK തിലകൻ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ഗീത സത്യൻ, കമ്മിറ്റി അംഗങ്ങളായ രൂപ സുലഭൻ, ജലജ സജീവൻ, രസ്ന ബൈജു, ഷൈജ ഷാജി, മഞ്ജു ഉണ്ണികൃഷ്ണൻ, രജനി എമ്മാട്ട്, സരസ്വതി, മുൻ കൌൺസിലർ പാർവതി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ദിൽഷൻ കൊട്ടേക്കാട്ട്, ദീനിൽ മാധവ്, KD വിക്രാദിത്യൻ എന്നിവരും വിവിധ ശാഖാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു.